എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഗ്രാമറിൻ്റെ ബാക്കി നോക്കിയാലോ. ടെൻസസിൽ പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് നമ്മൾ കംപ്ലീറ്റ് ആയി പഠിച്ചു. ഇനി നമുക്ക് ഫ്യൂച്ചർ ടെൻസിലേക്ക് നോക്കാം. ഭാവി കാലം. ഫ്യൂച്ചർ ടെൻസ്. ഇഫ് എനി ആക്ടിവിറ്റി ഈസ് യെറ്റ് ടു ഹാപ്പൻ ഇറ്റ് ഈസ് നോൺ ആസ് ഫ്യൂച്ചർ ടെൻസ്. പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് ടെൻസും പോലെ തന്നെ ഇതും 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സിമ്പിൾ ഫ്യൂച്ചർ, അടുത്ത് തന്നെ എന്തെങ്കിലും ആക്ടിവിറ്റി സംഭവിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതിനെ സിമ്പിൾ ഫ്യൂച്ചറിൽ എക്സ്പ്രസ് ചെയ്യും. റൂള് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് V1 പ്രസൻറ്റ് ഫോം ഓഫ് ദി വേർബ്. വില്ലും ഷാളും എവിടെയോ യൂസ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് പേഴ്സൺ, അതായത് ഐ, വി, അതിൻ്റെ കൂടെ ഷാൾ യൂസ് ചെയ്താൽ നോ ഗ്യാരണ്ടി ആയിരിക്കും. ഫസ്റ്റ് പേഴ്സൻ്റെ കൂടെ വിൽ യൂസ് ചെയ്താൽ സ്ട്രോങ് ഗ്യാരണ്ടി ആയിരിക്കും. അതുപോലെ സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സൺ യു, ഹി, ഷീ, അതിൻ്റെ കൂടെ വില്ല് ചേർത്താൽ നോ ഗ്യാരണ്ടി, അതിൻ്റെ കൂടെ ഷാൾ ചേർത്താൽ സ്ട്രോങ് ഗ്യാരണ്ടി ആയിരിക്കും. എക്സാമ്പിൾ നോക്കാം. ഐ ഷാൽ ഹെൽപ്പ് യു, ഫസ്റ്റ് പേഴ്സൻ്റെ കൂടെ ഷാൾ ചേർക്കുമ്പോൾ നോ ഗ്യാരണ്ടി. ഐ വിൽ ഹെൽപ്പ് യു, ഷ്യൂർ ഗ്യാരണ്ടി. യു വിൽ ഹെൽപ്പ് മീ, നോ ഗ്യാരണ്ടി. യു ഷാൽ ബി പണിഷ്ഡ്, സ്ട്രോങ് ഗ്യാരണ്ടി. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. ഒരു ആക്ടിവിറ്റി ഫ്യൂച്ചറിൽ സ്റ്റാർട്ട് ചെയ്യും, കുറച്ച് നാളത്തേക്ക് കണ്ടിന്യൂ ചെയ്യുമെങ്കിൽ ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ എക്സ്പ്രസ് ചെയ്യാം. റൂള് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ബി പ്ലസ് ING ഫോം ഓഫ് ദി വേർബ്. എക്സാമ്പിൾ, ഐ വിൽ ബി വർക്കിംഗ് ഇൻ ആൻ ഓഫീസ് നെക്സ്റ്റ് ഇയർ ബൈ ദിസ് ടൈം. നെക്സ്റ്റ് ഇയർ ഈ സമയമാകുമ്പോഴേക്കും ഞാൻ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഫ്യൂച്ചറിൽ ആക്ടിവിറ്റി കംപ്ലീറ്റഡ് ആവും ഒരു വിത്തിൻ എ സർട്ടൻ ടൈം എങ്കിൽ അത് ഫ്യൂച്ചർ പെർഫെക്റ്റിൽ എക്സ്പ്രസ് ചെയ്യാം. അതിൻ്റെ റൂള് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് V3. V3 മീൻസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വേർബ്. എക്സാമ്പിൾ, നെക്സ്റ്റ് ഇയർ ബൈ ദിസ് ടൈം ഐ വിൽ ഹാവ് സ്റ്റാർട്ടഡ് എ ബിസിനസ്. നെക്സ്റ്റ് ഇയർ ഈ സമയമാകുമ്പോഴേക്കും ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. An activity which will start in the future and continue for a long time in the future, it can be used in future perfect continuous. ഫ്യൂച്ചറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫോർ എ ലോങ് ടൈം അത് ഹാപ്പൻ ചെയ്യുന്നുണ്ടെങ്കിൽ, കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദി വേർബാണ് റൂള്. ഇറ്റ് വിൽ ഹാവ് ബീൻ റെയിനിങ് ഫ്രം നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ്. അതാണ് എക്സാമ്പിൾ. ഇറ്റ് വിൽ ഹാവ് ബീൻ റെയിനിങ്. ഇപ്പോൾ ടെൻസസ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് കണ്ടീഷണൽ ക്ലോസസ് എന്താണെന്ന് നോക്കാം. അതിൻ്റെ റൂൾസൊക്കെ നോക്കാം. 2 കണ്ടീഷണൽ വേർഡ്സ് ഉണ്ട്, ഇഫ്, അൺലെസ്. ഇഫ് ഒരു പോസിറ്റീവ് കണ്ടീഷണൽ വേർഡും അൺലെസ് ഒരു നെഗറ്റീവ് കണ്ടീഷണൽ വേർഡുമാണ്. 3 കണ്ടീഷണൽ ക്ലോസസ് ഉണ്ട്. ഫസ്റ്റ് വൺ ലൈക്ലി കണ്ടീഷൻ, സെക്കൻഡ് വൺ അൺലൈക്ലി കണ്ടീഷൻ, തേർഡ് വൺ ഇംപോസിബിൾ കണ്ടീഷൻ. ഫസ്റ്റ് ലൈക്ലി കണ്ടീഷൻ, ചാൻസ് ടു ഹാപ്പൻ, എന്തെങ്കിലും ചാൻസ് ഉണ്ട് ഹാപ്പൻ ചെയ്യാനായിട്ട് എങ്കിൽ ലൈക്ലി കണ്ടീഷൻ. അതിൻ്റെ റൂള് സബോർഡിനേറ്റ് ക്ലോസിൽ വെർബ് സിമ്പിൾ പ്രസൻറ്റ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വെർബ് സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. അതുപോലെ തിരിച്ചും സംഭവിക്കും. എക്സാമ്പിൾ, ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. ഇതിൽ ഇഫ് യു സ്റ്റഡി വെൽ ആണ് സബോർഡിനേറ്റ് ക്ലോസ്, അതിൽ സിമ്പിൾ പ്രസൻറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. യു വിൽ പാസ് ആണ് മെയിൻ ക്ലോസ്, അവിടെ സിമ്പിൾ ഫ്യൂച്ചർ. അൺലെസ് യു സ്റ്റഡി വെൽ യു വിൽ നോട്ട് പാസ്. അൺലെസ് ഒരു നെഗറ്റീവ് കണ്ടീഷണൽ വേർഡാണ്, അപ്പോൾ നോട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ, നെഗറ്റീവ് ആയതുകൊണ്ട്. അൺലെസ് യു സ്റ്റഡി വെൽ യു വിൽ നോട്ട് പാസ്. സിമ്പിൾ പ്രസൻറ്റ് ആണെങ്കിൽ സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും മെയിൻ ക്ലോസിൽ, അതുപോലെ തിരിച്ചും സംഭവിക്കും. നെക്സ്റ്റ് അൺലൈക്ലി കണ്ടീഷൻ. സംഭവിക്കാൻ ഒരു ചാൻസുമില്ലാത്ത കണ്ടീഷൻസ് അൺലൈക്ലി കണ്ടീഷൻ. റൂള് വേറെ സബ്ജക്റ്റിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അതൊരു ഇമാജിനേഷനാണ്. അപ്പോൾ സബോർഡിനേറ്റ് ക്ലോസിൽ വെർബ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ വി മസ്റ്റ് യൂസ് would or should in the main clause. Example, if I were a bird I would fly in the air. ഇമാജിനേഷൻ ആണ്. ഇഫ് ഐ were, അവിടെ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്തു, അപ്പോൾ മെയിൻ ക്ലോസിൽ ഐ വുഡ് ഫ്ലൈ. ഇഫ് ഹി were here we would go for a movie. വേറെ വന്നു, മെയിൻ ക്ലോസിൽ വുഡ് വന്നു, ഇമാജിനേഷനാണ്. ഇഫ് ഹി കോൾഡ് മീ ഐ വുഡ് ഗോ വിത്ത് ഹിം. ഇംപോസിബിൾ കണ്ടീഷൻ. ആക്ഷൻ പാസ്റ്റിൽ ഓൾറെഡി ഹാപ്പൻഡായി, അത് നമ്മൾ പ്രസൻ്റ്ലി അത് ഓർക്കുകയാണ്, അതാണ് ഇംപോസിബിൾ കണ്ടീഷൻ. റൂള് പാസ്റ്റ് പെർഫെക്റ്റിലായിരിക്കും സബോർഡിനേറ്റ് ക്ലോസിലെ വെർബെങ്കിൽ വി മസ്റ്റ് യൂസ് വുഡ് ഹാവ് ഓർ ഷുഡ് ഹാവ് പ്ലസ് V3 ഫോം, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വേർബ്. എക്സാമ്പിൾ,
ഇഫ് ഐ ഹാഡ് ബീൻ ദെയർ ഇറ്റ് വുഡ് നോട്ട് ഹാവ് ഹാപ്പൻഡ്. പാസ്റ്റ് പെർഫെക്റ്റിലാണ് അതുള്ളത്. അപ്പോൾ മെയിൻ ക്ലോസിൽ വുഡ് ഹാവോ ഷുഡ് ഹാവ് പ്ലസ് V3 ഫോം വന്നു. മോഡേൺ ഇംഗ്ലീഷിൽ ഇഫ് യൂസ് ചെയ്തില്ല, അതിന് പകരം ഹാഡ് യൂസ് ചെയ്യും. ഹാഡ് ഐ ബീൻ ദെയർ ഇറ്റ് വുഡ് നോട്ട് ഹാവ് ഹാപ്പൻഡ്. ഞാൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു എന്നാണ് ഈ രണ്ടിൻ്റെ മീനിങ്.